സിവിൽ സർവീസ് ഒക്കെ കഴിയട്ടെ. IAS കാരിയെ കെട്ടിയ അതിന്റെ ഒരു വെയിറ്റ് വേറെയല്ലേ. അച്ഛൻ ആഗ്രഹിച്ചത് എനിക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല. മോൾക്കത് കഴിയണം. എങ്ങോട്ട് പോവാ? അത്യാവശ്യമായിട്ട് ഒരാളെ കാണണം. ആരെ? ഒരാളെ. ചേടാ, ആ ആക്ക് പേരില്ലേ? പേരും നാളും ഒക്കെ അറിഞ്ഞിട്ട് എന്തിനാ? നീ ഒരു കാര്യം ചെയ്യ്. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ അതിന്റെ തുണ്ടുവല്ല ഇരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അതിന് സാധനം മേടിക്കാൻ നിങ്ങളുടെ പൈസ ഉണ്ടോ? അയ്യോ, അതൊന്നും നീ അറിയണ്ട. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ലിസ്റ്റ് തരിക. സാധനങ്ങൾ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. ഇപ്പം മനസ്സിലായി. എന്ത് മനസ്സിലായി? ഏതോ ഒരുത്തനെ കുഴി ചാടിക്കാനല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരുങ്ങി കെട്ടി പോകുന്നത്? ശ്രീകലെ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. എന്തുടായ്പ് കാണിച്ചിട്ടാണെങ്കിലും ഈ കുടുംബം ഞാൻ മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതില്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു പറയല്ല. അരപ്പട്ടിണിയും മുഴുപട്ടിണിയായിട്ട് ഇങ്ങനെ പോകുന്നു പറയാം. അതെ, എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ലിസ്റ്റ് കൊണ്ടുപോവാ. വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തരാം. അയ്യോ, ലിസ്റ്റൊക്കെ എഴുതി വെച്ചിരിക്കായിരുന്നല്ലോ. ആരെ പറ്റിച്ചിട്ടാണേലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് എഴുതി വെച്ചത്. എന്നാ ശരി. പിന്നെ വരുമ്പോ മറക്കാതെ സാധനങ്ങൾ മേടിച്ചോണ്ട് വരണേ. അയ്യോ, അതൊക്കെ ഞാൻ കൊണ്ടുവരാം. ഉദേട്ടാ, ഉറങ്ങിന്ന് വിളിച്ചു. എന്താ? ആ രമേശൻ കുറെ കാലമായിട്ട് കേറി ഇറങ്ങി നടക്കുവല്ലേ. കഴിഞ്ഞ ആഴ്ച അവൻ പറഞ്ഞിട്ട് പോയത് ഓർമ്മയുണ്ടല്ലോ. ഇന്ന് അവന് രണ്ടിലൊന്ന് അറിയണോന്ന്. ഏത് രമേശൻ? അയ്യോ, എന്റെ പൊന്നു ഉദേട്ടാ, നിങ്ങൾ ഒരുത്തന്റെ റേഷൻ കാർഡ് പണയം വെച്ചിട്ടേ 5000 രൂപ മേടിച്ചത് ഓർമ്മയുണ്ട്? ആ രമേശൻ. ഓ, അവനൊന്നും ചത്തില്ലേ ഇതുവരെ. അവന്റെ 5000 രൂപ ഈ ആഴ്ച തന്നെ കൊടുക്കാമെന്ന് പറയൂ. എവിടുന്ന് എടുത്തു വെച്ച് കോക്കും? ഈ ആഴ്ച ഏതവന്റെയോ കാശ് എന്റെ കൈ വരും. അപ്പൊ അവന് കൊടുക്കാമെന്ന് പറ. അങ്ങനെ അങ്ങ് പറഞ്ഞാ മതി. രാമായണ എഴുതി വെച്ചിരിക്കുന്നു. ഗോമതി, ഞാനൊരു കാര്യം ചോദിച്ചാ നീ തെറ്റിദ്ധരിക്കോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? കാര്യം പറ. അലോകിന്റെ കേസിന്റെ കാര്യം ഓർക്കുമ്പോ ഇപ്പോഴും എന്റെ നെഞ്ചു പിടയുക. ആർക്കെങ്കിലും ഒരു ദോഷം സംഭവിച്ചിരുന്നെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു ഭാഗത്ത് അലോക്, മറുഭാഗത്ത് അനു. രണ്ടുപേരും എന്റെ പേരക്കുട്ടികള്. ആര് തോറ്റാലും ജയിച്ചാലും എനിക്ക് വേദനിക്കും. ആ പ്രശ്നത്തിനൊരു വഴി കണ്ടത് അനുമോള. അവള് കേസ് പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ എവിടം വരെ പോയേനെ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ഈ കേസ് പിൻവലിച്ചില്ലേ? അപ്പൊ എനിക്ക് തോന്നി അവളുടെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ കുറച്ചെങ്കിലും മാറി കാണുമെന്ന്. അല്ലായിരുന്നെങ്കിൽ അവൾ അങ്ങനെ ചെയ്യുമായിരുന്നോ? ആ കുഞ്ഞുങ്ങളെ ഇനിയും അകറ്റി നിർത്തണോ മോളെ? നമുക്കവരെ ഒന്നിപ്പിച്ചൂടെ? അമ്മ എന്താ പറഞ്ഞു വരുന്നത്? കൃഷ്ണമംഗലത്ത് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു. അച്യുതൻ കേട്ട പാടെ എതിർത്തു. അവ സമ്മതിക്കില്ല. പക്ഷേ അനന്തനും നന്ദിതയൊക്കെ വലിയ എതിർപ്പൊന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞു വരുന്നത്
അനിക്കുട്ടിയുടെയും അലോകിന്റെയും കല്യാണക്കാരിയാണോ? അതേ ഗോമതി, അനുമോളെ വിളക്ക് കൊടുത്ത് കൃഷ്ണമംഗലത്തേക്ക് സ്വീകരിച്ചതല്ലേ. അന്നൊന്നും സത്യം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അന്നു മുതല് അവളെ ആ വീട്ടിലെ മരുമകളായിട്ടാ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. അലോകിന് കുറവുകളൊക്കെയുണ്ട്, തെറ്റുകളുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ മാറില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഇപ്പൊ അനുമോള് കേസ് പിൻവലിച്ചതിന് ശേഷം പോലും അവനിൽ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ... അമ്മേ, അനിക്കുട്ടിയുടെ ഉള്ളിൽ അലോകിനോട് സ്നേഹമോ ഇഷ്ടമോ ബാക്കിയുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഗോമതി, അവന്റെ തെറ്റുകൾ ക്ഷമിക്കാൻ അനുമോള് തയ്യാറായതുകൊണ്ടല്ലേ അവള് കേസ് പിൻവലിച്ചത്. എങ്കിൽ അമ്മയ്ക്ക് തെറ്റി. അലോകിന്റെ തെറ്റുകൾ അനു ക്ഷമിച്ചിട്ടൊന്നുമില്ല. ക്ഷമിക്കാൻ അവൾക്ക് ഒരിക്കലും കഴിയേയില്ല. അതുകൊണ്ടൊന്നുമല്ല അവള് കേസിൽ നിന്ന് പിന്മാറിയത്. പിന്നെ അമ്മേ, അനുക്കുട്ടി ആ കേസ് പിൻവലിച്ചത് അലോകിനെ ഓർത്തിട്ടല്ല, അമ്മയെ ഓർത്തിട്ട. അമ്മയെ മാത്രം ഓർത്തിട്ട്. അവൻ ശിക്ഷിക്കപ്പെട്ട അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം. അമ്മയുടെ കണ്ണീര് കണ്ടിട്ടാ അവൾ ആ തീരുമാനം എടുത്തത്. അല്ലാതെ അവന് മാപ്പ് കൊടുത്തിട്ടോ അവനെ വിശ്വസിച്ചിട്ടോ അല്ല. സത്യം പറഞ്ഞാല് ഞാനും അതേ അവസ്ഥയിലായിരുന്നു അമ്മ. ഒരു ഭാഗത്ത് എന്റെ മകള്, മറുഭാഗത്ത് എന്റെ അമ്മ. ആരുടെ കൂടെ നിൽക്കണമെന്ന് പോലും അറിയാതെ നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് അനുക്കുട്ടി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അല്ലാതെ അമ്മ തെറ്റിദ്ധരിക്കുന്നത് പോലൊന്നും അല്ല. പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ അലോകിന് മാറ്റം വന്നിട്ടുണ്ടെന്ന്. അമ്മേ, അവന് മാറ്റം വന്നിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം. അതൊന്നും എനിക്കറിയില്ല, അറിയാൻ വേണ്ട. അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ അലോകിന് മാറ്റം വന്നിട്ടുണ്ടെന്ന്. അമ്മേ, അവന് മാറ്റം വന്നിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം. അതൊന്നും എനിക്കറിയില്ല, അറിയാൻ വേണ്ട. അമ്മ എതിർത്ത് സംസാരിക്കേണ്ടി വന്നതില് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അമ്മ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം ഒരിക്കലും നടക്കില്ല. എന്റെ മോളെ വീണ്ടും ആ തീയിലേക്ക് കൊണ്ടുപോയി നിർത്താൻ എനിക്ക് പറ്റില്ല. അവൾ അനുഭവിക്കുന്നത് ഞാനും കണ്ടതാ. അവൻ എന്റെ മോളെ സ്നേഹിച്ചത് പോലും ഞങ്ങളോട് പക വീട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരുത്തനെ ഞങ്ങൾ ഇനിയും വിശ്വസിക്കണോ? എന്റെ അനുവിനെ അവന്റെ ഭാര്യയായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾക്കാർക്കും അത് ആലോചിക്കാൻ പോലും പറ്റില്ല. അമ്മേ, ദയവ് ചെയ്ത് അമ്മ ഈ കാര്യം ഇനി എന്നോട് പറയരുത്. എത്രയായി? 300 രൂപയായി. ശരി, 120. രാമേട്ട, ആകാശിനെ കണ്ടില്ലല്ലോ. അവന് കോർപ്പറേഷനിൽ പോണം, ആരോ കാണാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഉച്ച കഴിയുമ്പോ വരും. ഉദയഭാനു സാർ വന്നല്ലോ. രാമേട്ടാ, ഞാനേ ആകാശിനെ ഒന്ന് വിളിക്കാം. ഉദയഭാനു സാർ വന്ന സ്ഥലം കാണുന്ന കാര്യത്തിന് ആകാശിനെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. രാമേട്ട, ആകാശിനെ വിളിക്കണ്ടായിരുന്നു. അതെന്താ മോളെ? അച്ഛനിപ്പോ നല്ല തിരക്കാ. ആകാശിനെ കൂട്ടി സ്ഥലമൊക്കെ കാണാൻ പോവാനായിട്ട് ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല. അല്ലേ അച്ഛാ? അതെ, എനിക്ക് സ്ഥലം കാണാൻ പോകാനുള്ള സമയമില്ല. എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഞാനൊന്ന് കേറിയതാ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെന്നൈയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്.
ഫ്രീ ആകുന്ന ദിവസം ഞാൻ വരാം, അന്ന് സ്ഥലം കാണാം. എന്നാ പിന്നെ അത് മതി. രാമേട്ട അതെ, ഒരാൾ എന്താ വേണ്ട? പഞ്ചസാര എന്തെങ്കിലും വേണമായിരുന്നു. വരും. സോപ്പ് എവിടെ ഇരിക്കുന്നത്? അവിടെ. ശരി. അച്ഛാ, എന്താ ഉള്ളേ? കഴിഞ്ഞ തവണ അച്ഛനോട് ഞാൻ പറഞ്ഞതാ, എന്റെ അനിയനെ പറ്റിക്ക് ഞാൻ സമ്മതിക്കില്ലാന്ന്. അവനെ കുരുക്കാനുള്ള പ്ലാനുമായിട്ടല്ല അച്ഛൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്. എന്റെ പൊന്നു മോളെ, നീ അച്ഛനെ ഒന്ന് വിശ്വസിക്ക്. അച്ഛനിപ്പോ ആരെയും ചതിക്കണമെന്നുള്ളൊരു ചിന്തയേ ഇല്ല. മര്യാദയ്ക്ക് ജീവിച്ചു പോകണം, അത്രയേ ഉള്ളൂ. ശരി, ആകാശിനെ പറ്റിക്കാനല്ലെങ്കിൽ ഈ വരവിന്റെ ഉദ്ദേശം എന്താ? പിന്നെ ഈ മോളെ പറയേ, അച്ഛൻ എന്തിനാ വന്നേന്ന്. നിനക്കേ ശമ്പളം കിട്ടിയോന്ന് അറിയാൻ വന്നതാ. ശമ്പളം കിട്ടാൻ ഇനിയും ദിവസം ഉണ്ടല്ലോ. 2-ാം തീയതി വരാനായിട്ട് ഞാൻ പറഞ്ഞു. അല്ല മോളെ, ചില സ്ഥാപനങ്ങളിൽ നേരത്തെ ശമ്പളം കൊടുക്കും. എന്നാലേ ഗോമതി സ്റ്റോറിൽ അങ്ങനെയല്ല. കൃത്യം 1-ാം തീയതി ആയിരിക്കും ശമ്പളം കൊടുക്കുന്നത്. അതിന് ഒരു മാറ്റമില്ല. പിന്നെ എനിക്ക് ശമ്പളം കിട്ടിയോന്നറിയാൻ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണ്ട. ശമ്പളം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ വിദ്യയുടെ ഹോസ്റ്റൽ ഫീസില്ലേ, അത് ഞാൻ തന്നെ അയച്ചു കൊടുക്കാം. പിന്നെ വീട്ടു ചെലവിന് മാത്രമേ ഞാൻ അച്ഛനെ കാശ് ഏൽപ്പിക്കൂ. നിനക്ക് അച്ഛനെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലല്ലേ? ആ, വിശ്വാസമില്ല. എന്നാ പിന്നെ അച്ഛൻ ഇവിടെ അധികം നേരം ഇരിക്കണമെന്നില്ല. പൈസ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എന്നാ ശരി മോളെ, ഇനി അച്ഛൻ നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല. പോവാ. മോളെ, ഇതിന്റെ കാശാ. രാമേട്ടാ, ഞങ്ങളെ ഒരു ചായ കുടിച്ചിട്ട് വരാവേ. ഞാനൊരു 500 രൂപ എടുത്തിട്ടുണ്ടേ. അച്ഛാ, 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 ഇത് വെച്ചോ. അല്ല മോളെ, അത് എന്തേ വേണ്ടേ? വേണം. വാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട മോളെ, അച്ഛൻ പോവുക, കുറച്ച് തിരക്കുണ്ട്. എന്ത് തിരക്കാ അച്ഛന്? അല്ല, അച്ഛന് 1-2 പേരെ കാണാൻ. എന്നാ ശരി, എന്നാ ശരി. ഇത്ര പെട്ടെന്ന് ചായ കുടിച്ചു കഴിഞ്ഞോ? ഇല്ല രാമേട്ടാ, അച്ഛൻ എന്തോ തിരക്കുണ്ടെന്ന്. ഇതെങ്ങനെ ശരിയാവും? കാശ് കുറവുണ്ടല്ലോ. അനുമോളെ, അനുമോളെ. എന്താ എടുത്തി? ഇവിടെ ഇരിക്കുക. അതെ മോളെ, കണക്കൊന്ന് നോക്കിയേ. എന്തു പറ്റി? കണക്ക് നോക്കിയപ്പോ ഒരു 5000 രൂപയുടെ കുറവുണ്ട്. 5000 രൂപ കുറവോ?
കൂട്ടിയപ്പോ ചിലപ്പോ തെറ്റിപ്പോയതായിരിക്കും. മോളൊന്ന് കണക്ക് കൂട്ടി നോക്കിയേ. ബില്ലൊക്കെ ഞാൻ എടുത്തുതരാം. ഇതൂടെ ഉണ്ട്. മോളൊന്ന് കൂട്ടി നോക്കണേ. എടുത്തി ടെൻഷൻ അടിക്കാതെ. ആ കാൽക്കുലേറ്റർ ഒന്നിങ്ങി എടുത്തേ. നമുക്ക് ശരിയാക്കാം, ടെൻഷൻ അടിക്കാതെ. ഓക്കെ. നാലൊരു എടുത്തി ഈ 500 ഏതാ? അത് ഞാനെടുത്ത പൈസയാ, അഡ്വാൻസ് ആയിട്ടേ. അല്ല എടുത്തി, അപ്പൊ ഈ 2000 കൂട്ടണ്ടേ? ആ വേണം. ദേ ഈ 2000 അതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ 1500 ഇല്ലേ, അതും കൂട്ടണം. അതും പക്ഷെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കാം. എത്ര നോക്കിയിട്ടും കണക്കൊന്നും ശരിയാവുന്നില്ല. 5000 രൂപയുടെ ഷോർട്ടേജ് കാണിക്കുക. ഒന്നും കൂടി ഒന്ന് കൂട്ടി നോക്കിയടാ. ഞാൻ നോക്കിയതാ. ഈശ്വരാ, ആ പൈസ വന്നത് എവിടെ പോയാവോ? എടുത്തി ടെൻഷൻ ആവാതെ. എന്തായാലും ഞാൻ ഒന്നുകൂടി നോക്കാം. നോക്കണേ. ഇപ്പൊ ശരിയായോ മോളെ? ഇല്ല എടുത്തി, സെയിം എമൗണ്ടിന്റെ കുറവ് തന്നെ കാണിക്കുക. എന്തിപ്പോ ചെയ്യാ? എന്തൊരു ആക്ടിങ്. എന്താ എടുത്തി, എന്താ പറ്റിയേ? ഏട്ടത്തി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കാര്യം എന്താന്ന് പറ. കടയിലെ കണക്ക് നോക്കിയപ്പോ അതില് കുറച്ച് പൈസയുടെ ഷോർട്ടേജ് കാണിക്കുന്നുണ്ട്. അതിനാണോ ഈ ടെൻഷൻ? എത്ര രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്? 5000 രൂപയുടെ കുറവാ. 5000 രൂപയുടെ കുറവുണ്ടോ? ഏടത്തി കണക്കൊക്കെ കൃത്യമായിട്ട് എഴുതിയെന്നുള്ള കാര്യം ഉറപ്പാണോ? കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് മീനു. ആ ബുക്കും തന്നെ. ഞാനൊരു 500 രൂപ എടുത്തിരുന്നേ. ആ കണക്ക് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ ചിലപ്പോ അങ്കിൾ എന്തെങ്കിലും ആവശ്യത്തിന് 5000 രൂപ എടുത്തിട്ടുണ്ടെങ്കിലോ? ഏട്ടത്തിയോട് പറയാൻ വിട്ടുപോയതോ? ചിലപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലേ? ചിലപ്പോ അല്ല, അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചത്. ഞാനൊന്ന് പേടിച്ചു. ഇക്കണക്കിന് പോയി കഴിഞ്ഞാ BP കൂടി ഏട്ടത്തി എവിടെയെങ്കിലും വീണു പോകും കേട്ടോ. ഇവിടെ എന്തൊരു ബഹളായിരുന്നു എന്നറിയോ? അങ്ങനെ ഈ പ്രശ്നം അവസാനിക്കാൻ പാടില്ലല്ലോ. ഇനി എന്താ ഏട്ടത്തി ടെൻഷൻ? അല്ല മീനു, ആ പണം ബാലച്ചൻ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തിട്ടുണ്ടോ നമ്മൾ തിരക്കണ്ടേ? അല്ലെങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാ. ഏട്ടത്തിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അച്ഛൻ ആ പണം എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തിട്ടുണ്ടോന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ? ആ അത്രേ ഉള്ളൂ. അച്ഛാ, അച്ഛാ നിങ്ങൾ വന്നേ. ഒന്നുകൂടെ കൂട്ടി നോക്കണം. നോക്കാം. അല്ല, ഇന്ന് ഇവിടെ ആരും ആഹാരം കഴിക്കുന്നില്ലേ? കഴിച്ചേക്കാം. സമാധാനിക്കും. എന്താ മീനുമോളെ, മോളെന്തിനാ എന്നെ വിളിച്ചേ? ഇവിടെ വൻ വിഷയങ്ങൾ നടക്കും അച്ഛാ. ഏടത്തി ടെൻഷൻ അടിച്ചൊരു പരുവത്തിലായിരിക്കുക. കണക്ക് നോക്കിയപ്പോ ഇന്നും കാശിന്റെ കുറവുണ്ടോ? എത്ര രൂപയുടെ കുറവുണ്ട് മോളെ? 5000 രൂപയുടെ കുറവ് കാണിക്കുന്നുണ്ട്.
അച്ഛൻ എന്തെങ്കിലും ആവശ്യത്തിന് പണം എടുത്തിട്ടുണ്ടാവും. അത് ഏട്ടത്തിയോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഓ ശ്ശോ. ഇല്ലല്ലോ, ഇന്ന് ഞാൻ കടയിൽ നിന്ന് പണമൊന്നും എടുത്തിട്ടില്ലല്ലോ. പിന്നെ 5000 രൂപ എവിടെ പോയേ? ബാലച്ചൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ ആശ്വസിച്ചിരിക്കുമായിരുന്നു. ആ ശരിയാ, നമ്മുടെ പാചകക്കാരൻ ഗോപിയേട്ടനെ ഒരു 5000 രൂപയോട് വായ്പയെ ചോദിച്ചിരുന്നു. ആ കടയിൽ നിന്നാ ഞാൻ ആ പണം എടുത്ത് കൊടുത്തത്. ആ കാര്യം ദേവിയോട് പറയാൻ ഞാൻ വിട്ടുപോയതാ. രാമേട്ടനോട് പറഞ്ഞിരുന്നു. ഇപ്പൊ സമാധാനമായല്ലോ, ഇനി ആഹാരം കഴിക്കാലോ. ഇനി എന്ത് ചെയ്യും? തെളിവോടുകൂടി പിടിച്ചിട്ടും ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോ. വാ ഏട്ടത്തി എണീക്ക്, നമുക്ക് ആഹാരം കഴിക്കാം. വിശക്കുന്നു. വാ. ഞാൻ എടുത്തരാം. അല്ല, അച്ഛനടുത്ത് 5000 രൂപയുടെ കണക്ക് ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ. നോക്കട്ടെ. ആ ശരിയാ, ഇപ്പോഴാ ഞാനത് ഓർത്തേ. ബാലച്ചൻ 5000 രൂപ എടുത്ത കാര്യേ രാമേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ദേ കണക്കിൽ എഴുതിയിടുകയും ചെയ്തു. പക്ഷെ ഈ 5000 രൂപയുടെ കണക്ക് ഇതിനകത്ത് വീണ്ടും കാണുന്നുണ്ടല്ലോ. അതെന്താ ഇങ്ങനെ വന്ന്? മോളെ നീ സമാധാനമായിട്ട് നോക്ക്, എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ഇല്ല ബാലച്ച, ഞാൻ നോക്കിയതാ. ഇവിടെ നോക്കിയതാ. ആ 5000 രൂപയുടെ കണക്ക് ഞാൻ എവിടെ എഴുതിയിട്ടില്ല. ചേടാ, പിന്നെ ആ കാശ് എങ്ങോട്ട് പോയി? എനിക്കറിയില്ല. എനിക്കറിയില്ല അമ്മ. അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദേവി. പണം മോഷ്ടിച്ചാരാണെന്ന് കണ്ടെത്തണ്ടേ? മോഷണോ? എന്താ മോഷ്ടിച്ചെന്നോ? പിന്നല്ലാതെ. ആ പണം വെറുതെ നഷ്ടപ്പെട്ടതല്ല, അതാരെ മോഷ്ടിച്ച തന്നെയാ. ആ പണം മോഷ്ടിച്ചത് ദേ ഇവളുടെ തന്തയാ, ഉദയഭാനു. ആനന്ദേ, നീ കുടിച്ചിട്ടുണ്ടോ? മോനെ, ഇത്രയും വലിയ എന്ത് സങ്കടമാണ് നീ നിന്റെ ഉള്ളിൽ കൊണ്ടു കിടക്കുന്നത്? അങ്ങനെയല്ല, എന്തോ ഉണ്ട്. ഏട്ടൻ ഞങ്ങളിൽ നിന്നൊക്കെ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അതെ ആനന്ദടാ, ഇനി ഏട്ടനൊന്നും വിളിക്കാൻ നോക്കണ്ട.